Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina may yahdihillahu fala mudilla lahu wa may yudlil fala hadiya lahu wa nashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനും സന്തോഷകരമായ ചെറിയ പെരുന്നാളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. അള്ളാഹു നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ ആരാധനാകർമ്മങ്ങളെല്ലാം നമ്മളോട് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ആരാധനാകർമ്മങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് എന്ന് നമ്മൾക്ക് ആദ്യമേ പറഞ്ഞു തന്നിരുന്നു. അത് സുപരിചിതമായ നമ്മുടെ നോമ്പ് നിർബന്ധമാക്കിയ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരികയും നമ്മൾ പല തവണകളായി അത് കേൾക്കുകയും ചെയ്തതാണ്. എന്തിനാണ് റമദാനിലെ ആരാധനാകർമ്മങ്ങൾ എന്നതിന് അള്ളാഹു പറഞ്ഞ ഉത്തരം ലഅല്ലക്കും തത്തഖൂൻ, നമ്മൾക്ക് തഖ്വയുണ്ടാകുവാൻ വേണ്ടിയാണ്. അഥവാ നോമ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മളിലുണ്ടായിരുന്ന തഖ്വ ആകരുത് നോമ്പിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കാരണം ആ 30 ദിവസം 29 ദിവസം നമ്മളെ അള്ളാഹു പരിശീലിപ്പിച്ചത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തരാകുക. അതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശം. ഭക്തരായി തീരുവാൻ വേണ്ടിയാണ്. 29 ദിവസത്തെ ആരാധനാകർമ്മങ്ങൾ കൊണ്ട് നമ്മളിൽ ഉണ്ടാകേണ്ടത് ഈ തഖ്വയുടെ വർധനവാണ്. അതുണ്ടാകുമ്പോഴാണ് റമദാൻ നമ്മൾക്ക് ഫലപ്രദമായി എന്ന് നമ്മൾക്ക് പറയാൻ കഴിയാം. ആ തഖ്വയുടെ അടയാളം കാണേണ്ടത് റമദാനിന് ശേഷമുള്ള ജീവിതത്തിലാണ്. സഹോദരങ്ങളെ, റമദാനിൽ നമ്മൾ സജീവമായി എടുത്ത ഒരുപാട് ആരാധനാകർമ്മങ്ങളിൽ 4 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മൾ തഖ്വ നേടിയെടുത്തവരാവുക. തറാവീഹിലൂടെ, നോമ്പിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, ദിക്റിലൂടെ, സകാത്തിലൂടെ, സ്വതക്കയിലൂടെ നമ്മൾക്ക് അല്ലാഹു ഉണ്ടാകണമെന്ന് പറഞ്ഞ തഖ്വ നമ്മൾ നേടിയെടുത്തവരാവുക. ഇനി ഈ പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുണ്ടാകുമ്പോഴാണ്. അതിലൊന്നാമത്തെ തീരുമാനം ഒരിക്കലും ഇനി കാഫിറാവുകയില്ല എന്ന് തീരുമാനിക്കലാണ്. എന്താണ് സഹോദരങ്ങളെ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ആശയം? ഒരു മുസ്ലിമായ നമ്മളും മുസ്ലിം അല്ലാത്ത ഒരാളും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസമായി പ്രവാചകൻ പറഞ്ഞത് നമസ്കാരമാണ്. നമ്മൾക്കറിയാം, അൽ അഹദുല്ലദീ ബൈനനാ വ ബൈനഹുമുസ് സ്വലാ ഫമൻ തറക്കഹാ ഫഖദ് കഫറ. മുസ്ലിമായ നമ്മൾ ഒരു വക്ത് നമസ്കാരം റമദാനിന് ശേഷം നമ്മൾ ഒഴിവാക്കി തുടങ്ങിയാൽ, ഒറ്റ വക്ത് മതി, അതെന്ത് കാരണമായിക്കോട്ടെ, ഒരു വക്ത് ഒഴിവാക്കിയാൽ അയാൾ അള്ളാഹുവിന്റെ പക്കൽ കാഫിറായി മാറി. നമ്മൾ റമദാനിന് ശേഷം എടുക്കേണ്ട ഒന്നാമത്തെ തീരുമാനം എന്താ അറിയോ?
എന്റെ ജീവിതത്തിൽ ഇനി ഞാൻ മരിക്കുന്നത് വരെയോ എന്റെ ശരീരത്തിൽ ബോധം നഷ്ടപ്പെടുന്നത് വരെയോ ഒരു സെക്കൻഡ് പോലും ആരൊക്കെ നിർബന്ധിച്ചാലും ഏത് സാഹചര്യത്തിൽപ്പെട്ടാലും ഒരു സെക്കൻഡ് പോലും ഞാൻ കാഫിറാവുകയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഈ റമദാൻ നമ്മൾക്ക് അനുകൂലമായി പടച്ചോനോട് സാക്ഷി പറയും. സഹോദരങ്ങളെ, എന്തേ അങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ ഒന്നോ രണ്ടോ ഖുതുബ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, അറിയാം. പക്ഷെ നോമ്പിന് ശേഷം നമ്മൾ ആദ്യമായി നിലനിർത്തണം എന്ന് ഞാനും നമ്മുടെ കുടുംബവും ഷാഠ്യമുണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം ഒറ്റ വക്ത് നമസ്കാരം ഇനി നഷ്ടപ്പെടൂല എന്ന് തീരുമാനിക്കാൻ. കാരണം റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത ഇബാദത്ത് തന്നെ നോക്കൂ നിങ്ങൾ, അത് നിസ്കാരമായിരിക്കും. പള്ളിയിലേക്ക് കയറുമ്പോൾ തഹിയ്യത്ത് നിസ്കാരം മുതൽ തറാവീഹും സുന്നത്തായ നമസ്കാരങ്ങളും വുളുവിന്റെ പേരിലുള്ള നിസ്കാരവും ഏതൊക്കെ ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട നിസ്കാരങ്ങളുണ്ടോ ഫർളും സുന്നത്തുമായതൊക്കെ നമ്മൾ ബോധപൂർവം നിർവഹിച്ചവരാണ്. സഹോദരങ്ങളെ, ആ നമ്മൾ ഇനി ഒരു തിരിച്ച് നിസ്കരിക്കാത്ത കാഫിറാകുന്ന ഒരു അവസ്ഥയിലേക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഗവർണർമാർക്ക് കത്തെഴുതും. ആ കത്തിൽ അദ്ദേഹം ആദ്യത്തെ ഭാഗത്ത് ഇങ്ങനെ എഴുതും, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇന്ദി അസ്സലാ. ഗവർണർമാരെ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ആദ്യമായി തൗഹീദുള്ള ആളുകളോട് ആദ്യമായി നടപ്പിലാക്കേണ്ട കാര്യം പറയാൻ, എന്റെ വിഷയത്തിൽ ഈ ഭരണത്തിന്റെ കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അവിടെയുള്ള മുഴുവൻ ആളുകളെയും നമസ്കാരം പഠിപ്പിക്കുക, അത് പൂർണ്ണമായും ഒരു വക്ത് നഷ്ടമാകാതെ നിർവഹിക്കുക എന്നതാണ്. മൻ ഹഫിളഹ വഹാഫള അലൈഹ ഹഫിള ദീനുഹു. ആരെങ്കിലും ആ 5 വക്ത് നമസ്കാരം സൂക്ഷിക്കാൻ തീരുമാനിച്ചാൽ, എന്ത് വന്നാലും നിസ്കാരം പോകൂല എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾ ദീനാണ് സംരക്ഷിച്ചത്, അള്ളാഹുവിന്റെ മതമാണ് അയാൾ സംരക്ഷിച്ചത്. എന്നാൽ വമൻ വയ്യഅഹ ഫഹുവ ലിമാ സിവാഹ ഉളയ്യഉ. ഒരാൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിച്ചു, റമദാനിൽ സജീവമായി, പിന്നെ തിരക്കാണ്, അത് യാത്രയിലാണ്, കൂട്ടുകാരുടെ കൂടെയാണ്, ബാക്കിയുള്ള ഏർപ്പാടിൽ വന്നപ്പോൾ മറന്നുപോയതാണ് എന്ന രൂപത്തിൽ അയാളുടെ ജീവിതത്തിൽ നിസ്കാരം പോയാൽ അടുത്ത വാചകമാണ് പ്രധാനം, അയാൾക്കിനി ബാക്കിയൊക്കെ ഉണ്ടായിട്ടെന്താണ്? കാരണം ഇനി ബാക്കി നഷ്ടപ്പെട്ടതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളോടും ഇത് പറയണം. കാരണം ഇവിടെ ഇരിക്കുന്ന ഈ മഹല്ലിലുള്ള മുതിർന്ന ഒരാളും ബോധപൂർവം ജീവനുണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാക്കൂല. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷെ നമ്മുടെ മക്കൾ പുറത്ത് പഠിക്കുന്നുണ്ട്, കാനഡയിലുണ്ട്, UK-യിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈയിലുണ്ട്, ഇവിടുന്ന് പുറത്ത് കലാലയത്തിലുണ്ട്. അവരവരുടെ ക്യാമ്പസിലേക്ക് മുമ്പ് ഉമ്മാരെ വാപ്പാരെ നമ്മൾ ഫോൺ വിളിച്ച് പറയണം, അവരോട് പറയണം, മക്കളെ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ, തറാവി സ്വീകരിക്കണമെങ്കിൽ, സ്വർഗം കിട്ടണമെങ്കിൽ, അള്ളാഹുവിന്റെ പക്കൽ കാഫിറാകാതിരിക്കണമെങ്കിൽ എന്ത് വന്നാൽ നിസ്കാരം ഒഴിവാക്കരുത്. സഹോദരങ്ങളെ, കല്യാണങ്ങൾ വരും, സൽക്കാരങ്ങൾ വരും, നിസ്കരിക്കണം. എന്ത് വന്നാലും, ഇനി കുടുംബസമേതം ടൂർ പോകുന്ന ദിവസങ്ങളാണ്, ഏതൊക്കെ ആളുകൾ കൂടെ ഉണ്ടെങ്കിലും ആരൊക്കെ കളിയാക്കിയാലും നിസ്കാരം ഒഴിവാക്കരുത്. യാത്രയാണോ ജമ്മും കസറാക്കിക്കോളി, പക്ഷെ നിസ്കാരം ഒഴിവാക്കരുത്. അതാകണം ഒന്നാമത്തെ തീരുമാനം. അതുകൊണ്ടാണ് മരിക്കാൻ നേരത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ, റസൂൽ മരിക്കും എന്ന് ഉറപ്പിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യമാണ് നമ്മളോട് പറയുന്നത്. യാ ഇബാദല്ലാഹ് അസ്സലാ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിസ്കാരങ്ങൾ മറക്കരുത് ട്ടോ. ആ വിഷയം എന്ത് വന്നാലും നിങ്ങളുടെ കൂട്ടുകുടുംബത്തിന്റെ കൂടെ വണ്ടിയിൽ ഒന്നിച്ചായിരിക്കും, അവർക്ക് നിസ്കാരത്തെ പറ്റി ബോധം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ തയമ്മും ചെയ്തിട്ടെങ്കിൽ നിസ്കരിക്കണം കേട്ടോ. നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല, ഇരുന്നിട്ടെങ്കിൽ നിസ്കരിക്കണം കേട്ടോ. നിങ്ങൾ ആശുപത്രിയിലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് തയമ്മും ചെയ്തു തരാൻ പോലും ഒരാളുണ്ടാവില്ല, സ്വന്തമായിട്ട് കഴിയില്ല, മനസ്സിൽ ഒന്നുണ്ടാക്കിയിട്ട് നിസ്കരിക്കണം കേട്ടോ. നിങ്ങൾ ട്രെയിനിലും ഫ്ലൈറ്റിലും ആകാം, ഇരുന്നിട്ട് നിസ്കരിക്കണം കേട്ടോ. ഇല്ലാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിലാകാം, നിസ്കരിക്കണം കേട്ടോ. കൃഷിപ്പണിക്ക് പാടത്താകാം, നിസ്കരിക്കണം കേട്ടോ. ഗ്രൗണ്ടിൽ സവർ ഫുട്ബോളിന്റെ ടൂർണമെന്റിന് നിങ്ങൾ കളിക്കാൻ പോയ ആളാകാം, ഗ്രൗണ്ടിന്റെ സൈഡിൽ നിങ്ങൾ എന്തെങ്കിലും വിരിച്ചിട്ടെങ്കിൽ നിസ്കരിക്കണം കേട്ടോ. ആ വിഷയത്തിൽ നമ്മൾക്ക് ധീരമായ തീരുമാനം ഉണ്ടാകണം. റമദാനിൽ നമ്മൾ മുഅ്മിനാണ്, റമദാനിന് ശേഷം ഇനി കാഫിറാകൂല എന്ന് തീരുമാനിക്കണം. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ നമ്മുടെ തീരുമാനം, നമ്മുടെ വീടിന് അള്ളാഹു വെക്കുന്ന സീൽ മുഅ്മിനിന്റേതാകണം. ഒന്നുകൂടി പറയട്ടോ, രണ്ടാമത്തെ നമ്മുടെ തീരുമാനം, നമ്മുടെ വീടിന് അള്ളാഹു വെക്കുന്ന സീൽ മുഅ്മിനിന്റെ സീലാകണം. എന്തേ സഹോദരങ്ങൾ എങ്ങനെ പറയാൻ കാരണം, ഈ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ വീടിന് 2-1 സീൽ അള്ളാഹു റമദാനിന് ശേഷം വെക്കുന്നുണ്ട്. 2-1 സീൽ. ഒന്നെന്താ അറിയോ, ഒന്നുകിൽ
ആ വീട്ടിൽ മുഅ്മിനുകൾ താമസിക്കുന്ന വീടാണ് എന്ന സീലാണ്. രണ്ടാമത്തെ എന്താ അറിയോ? രണ്ടാമത്തെ സീൽ ഇത് മയ്യത്ത് കുഴിച്ചിടുന്ന ശവപ്പറമ്പാണ് എന്ന സീലാണ്. ഈ രണ്ട് സീൽ ഒന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ രണ്ടിലൊന്ന് വെക്കും. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? പ്രവാചകന്റെ വാക്കാണ്, അൽ ബൈത്തുൽ ലദീ യദ്കുറുല്ലാഹ വല്ലദീന ലാ യദ്കുറു കൽ ഹയ്യി വൽ മയ്യിത്തി. അല്ലാഹുവിന്റെ ഖുർആൻ റമളാനിന് ശേഷവും പാരായണം ചെയ്യുന്ന വീടുകളെ അല്ലാഹു മുഅ്മിനുകൾ താമസിക്കുന്ന വീട് എന്ന സീല് വെക്കും. എന്നാൽ റമളാനിന് ശേഷം ആ ഖുർആൻ പാരായണം അവസാനിപ്പിച്ച വീടുകളെ അല്ലാഹു കൽ മയ്യിത്തി, അത് ശവപ്പറമ്പാണ്, മനുഷ്യന്മാരെ കുഴിച്ചിടേണ്ട സ്ഥലമാണ് എന്നത് പടച്ചോൻ സീൽ വെക്കും. സഹോദരങ്ങളെ, നമ്മൾ തീരുമാനിക്കണം നമ്മുടെ വീട് ഇതിൽ ഏത് സീല് പതിയണം. കാരണം റമളാനിൽ വാപ്പ ഉമ്മ മക്കളടക്കം 1 2 3 4 ഖത്തം തീർത്ത ആൾക്കാരുണ്ടാവും. ഒരാളിന് 2 തീർത്തിട്ടുണ്ടാവും. ഒരു വീട്ടിൽ ഓരോരുത്തരും ഓതിയ ആയത്തുകൾ ആയിരക്കണക്കിനായിരിക്കും. അത്രയും ആയത്തുകൾ ഓതിയ വീടുകൾ ഇനി ശവപ്പറമ്പാകാൻ വേണ്ടി പോകാൻ. സുബഹിക്ക് ശേഷം മഗ്രിബിന് ശേഷം വാപ്പാന്റെ ഉമ്മാന്റെ നേതൃത്വത്തിൽ, വാപ്പാരെ നമ്മളാണ് വീടുണ്ടാക്കിയത്, അതിന്റെ പണച്ചെലവ് നമ്മക്കാണ്. നമ്മൾ ഗൾഫിൽ പോയി അധ്വാനിച്ചതും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ആ വീട്ടിൽ അത് മയ്യത്ത് കുടിച്ചിടാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് പടച്ചോ സീല് വെച്ചാൽ പിന്നെ പടച്ചോനെ നമുക്ക് തിരിഞ്ഞു നോക്കൂല. സഹോദരങ്ങളെ, പ്രവാചകന്റെ വാക്കതാണ് കൽ ഹയ്യി. ചില വീട് നല്ല സീൽ വെക്കും, ഹയ്യിൻ, അവിടെ വിശ്വാസികൾ ജീവിച്ചിരിക്കുന്ന വീടാണ്. എന്തേലും അർത്ഥം? അവിടെ നിസ്കാരം ഉണ്ടാകും, നോമ്പുണ്ടാവും, ദിക്റുണ്ടാവും, ദുആ ഉണ്ടാവും, ജുമ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവിടുന്ന് വിശ്വാസികൾ ജീവിക്കുന്ന വീടാണ്, അതിന്റെ സീലാണ്. രണ്ട് കൽ മയ്യിത്തി, അവിടെ മരിച്ചോരാണ്. മരിച്ചോരാന്ന് പറഞ്ഞ എന്താണ്? അവിടെ പിന്നെ ബാക്കി ഭാഗത്തൊന്നുമില്ല, പടച്ചോൻ പരിഗണിക്കണമെന്നില്ല. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും വീടിനെ പടച്ചവന് ഇഷ്ടപ്പെട്ട മുഅ്മിനുകളുടെ വീടായി മുദ്ര വെക്കണമെങ്കിൽ വാപ്പാരുമാരും നേതൃത്വം കൊടുക്കണം. എന്താ അറിയോ? മക്കളെ ഓതിക്കോളിന്ന് പറയുന്ന കൂട്ടത്തിൽ ഓതുന്ന ബാപ്പാനിമ്മാനി അവര് കാണണം. ഞാൻ പിതാക്കന്മാരുടെ ഗൗരവത്തിന് കാര്യം പറയാൻ, എന്റെയും നിങ്ങളുടെയും വീട്ടിൽ ആൺകുട്ടികൾ ഖുർആൻ ഓതുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ വീട്ടിലെ ബാപ്പ വീട്ടിൽ നിന്ന് റമളാനിലല്ലാതെ ഖുർആൻ ഓതുന്നത് ആ വീട്ടിൽ താൻകുട്ടിയാൾ കണ്ടിട്ടില്ല എന്നാണ്. എന്റെ വീട്ടിലെ പെൺകുട്ടി ഓതാൻ ബാപ്പ ഓതണമെന്നില്ല. ഉമ്മോദിയാ മതി, ഇളച്ചി ഓതിയാ മതി, മൂത്തച്ചി ഓതിയാ മതി, അവളുടെ ജേഷ്ഠത്തി ഓതിയാ മതി. പക്ഷെ ആണോതണമെങ്കിൽ, ആൺകുട്ടി ഓതണമെങ്കിൽ 90% ആൺകുട്ടികൾ ഖുർആൻ ഓതണമെങ്കിൽ ആ വീട്ടിലെ ബാപ്പ വീട്ടിൽ നിന്ന് ഓതുന്ന കാണണം. ബാപ്പ പള്ളിക്കെന്ന് ഓതിയാ പോരാ, ബാപ്പ വീട്ടിൽ നിന്ന് ഓതുന്ന കാണണം. സഹോദരങ്ങളെ, ആ ഓതുന്ന മക്കൾ ഉണ്ടാകണമെങ്കിൽ, ആ വീടിന് പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ നേതൃത്വത്തിൽ റമളാനിന് ശേഷവും സുബഹിക്ക് ശേഷമോ മഗ്രിബിന് ശേഷമോ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്ന ബാപ്പയും ഉമ്മയും മക്കളുമുള്ള വീടായിട്ട് മാറണം. അല്ലെങ്കിൽ നാളെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോഴേ മാ ഇമാമുക്കാന്ന് നോക്കുമ്പം അൽ ഖുർആനു ഇമാമീന്ന് ഉത്തരം പറയാൻ കഴിയാതെ ഞെരുങ്ങേണ്ടി വരും. തൗഹീദുള്ളവൻ ഞെരുങ്ങേണ്ടി വരും, ഉത്തരം കിട്ടാതെ പടയേണ്ടി വരും. സഹോദരങ്ങൾ, അതുകൊണ്ട് റമളാൻ നമ്മൾ ശീലിച്ചതാണ്, ഖത്തം തീർത്ത് ശീലിച്ചതാണ്. ഇനി അത് നഷ്ടപ്പെട്ടുകൂടാ എന്ന് തീരുമാനിക്കണം. 2, മൂന്നാമത്തെ കാര്യം, 3, ബനൂ ഇസ്രായേലിയരെ പോലെ ആവുകയില്ല എന്ന് തീരുമാനിക്കണം. എന്താ സഹോദരങ്ങളെ ബനൂ ഇസ്രായേലിയരെ പോലെ ആവുകയില്ല എന്ന് തീരുമാനിക്കാൻ കാരണം? പരിശുദ്ധ ഖുർആൻ പറഞ്ഞേ, ബനൂ ഇസ്രായേലരായ ആളുകൾ ദീന് കേൾക്കും, പഠിക്കാൻ വേണ്ടി കേൾക്കും, പിന്നെ അവർ നിർത്തും, പിന്നെ കുറെ കഴിഞ്ഞിട്ട് അടുത്ത കേൾക്കാൻ തുടങ്ങും. അപ്പോഴേക്കും അവർ ആദ്യം കേട്ടത് മറന്നിട്ടുണ്ടാകും. ഖുർആന്റെ വാക്കെന്താ അറിയോ? ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും. ഫത്വാല അലൈഹിമുൽ അമദ്, ദീന് കേൾക്കുന്നതിനിടയിലുള്ള ഡ്യൂറേഷൻ വർദ്ധിച്ചു. ദീന് പഠിക്കാനുള്ള കാര്യം കുറച്ചു നേരം കേട്ടു, കേട്ടോ, പിന്നെ അടുത്തവർ ദീന് പഠിക്കാൻ തുടങ്ങിയത് മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും ആദ്യം കേട്ടത് മനസ്സിന്ന് പോയിട്ടുണ്ടാവും. റമളാനില് ളുഹറിന് ശേഷം ക്ലാസ്, യൂട്യൂബിലെ ക്ലാസ്, ജുമഅക്ക് നേരെ ബാപ്പിയും മക്കളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വരാൻ, തറാവീഹിന്റെ ഇടയ്ക്ക് ക്ലാസ് ഒക്കെ കേൾക്കാൻ. റമളാനിന് ശേഷം സഹോദരിമാരുടെ പ്രത്യേകിച്ച് ജുമഅ മുടങ്ങരുത്. ദീന് കേൾക്കാൻ നമ്മുടെ മഹല്ലിൽ ഖുർആൻ പഠിക്കാൻ അവസരമുണ്ട്, ഫിഖ്ഹ് പഠിക്കാൻ അവസരമുണ്ട്, ഖുത്ബ കേൾക്കാൻ അവസരമുണ്ട്. നമ്മുടെ പ്രായപൂർത്തിയായ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസത്തിന് ശേഷം ദീൻ പഠിക്കാൻ CRE ഉണ്ട്. പെൺകുട്ടികൾക്ക് വേറെ ക്ലാസ് ഉണ്ട്, നമ്മുടെ മഹല്ലിലുണ്ട്.
ഇവിടുന്ന് വണ്ടി എടുത്ത് പോകണ്ട, 10 പൈസ ചെലവാക്കണ്ട, നമുക്ക് പഠിക്കാൻ അവസരമുണ്ട്. പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ബനൂ ഇസ്രായേലിനെ പോലെ ആകരുത്. എന്തുകൊണ്ടാണ് സോളെ? ദീന് പഠിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന മാറ്റം കേൾക്കാതെ വീട്ടിൽ വന്നിട്ട് ബെഡായി വരണ ഒരാൾക്ക് ഉണ്ടാവില്ല. എത്ര അനുഭവം സോളെ, ഞാൻ പറയാൻ ലളിതമായിട്ട് പറയാൻ. സക്കാത്തിന്റെ ഖുത്ബ കഴിഞ്ഞു, അന്ന് രാത്രി എത്രയോ ആളുകൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി ഇത്ര ഗൗരവത്തിൽ ഈ വിഷയത്തെ സമീപിക്കണം നമുക്കറിയില്ലായിരുന്നു, നിസ്കാരം സ്വീകരിക്കൂല എന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കാണ്. അല്ലാഹു ഫവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് നാശം, അല്ലദീന ലാ യുതൂന സക്കാത്ത്, സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ കൂടിയാണ് അവർക്ക് നാശമെന്ന് ഞങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലായിരുന്നു. വീട്ടിൽ പോയി ഞങ്ങൾ കറക്റ്റ് നോക്കി. എന്റെ ജീവിതത്തിൽ 50ാമത്തെ വയസ്സിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇന്ന് കണക്ക് നോക്കുന്നത്. സോളർ എന്തുകൊണ്ടുണ്ടായത്? ഖത്തീബിന്റെ ഊക്ക അല്ല, വല്ലാഹി അല്ല, മറിച്ച് ദീൻ അപ്പോഴാ കേൾക്കുന്നത്. ദീന് കേട്ടാലേ മാറ്റം ഉണ്ടാകുള്ളൂ. നമ്മളെങ്ങനെ സോളെ മാറിയത്? നമ്മൾ ഖുത്ബയിൽ കൂടെ മാറിയത്. നമ്മൾ ദീനിൽ ഓരോന്നും ബാപ്പാനോടും ഉമ്മാനോടും സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ സംസാരിക്കും, നമ്മൾ എവിടുന്നാ കേട്ടത്? നമ്മൾ ദീനിന്ന് കേട്ടു. ആ കേൾവി നിന്നാൽ നിങ്ങൾക്കറിയോ സങ്കടത്തിൽ വരണം. അത് നമ്മൾ കേൾക്കുന്നുണ്ട്, മക്കളെ കൂടി കേൾപ്പിക്കണം. എന്റെ വീടിന്റെ അടുത്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ തിയേറ്റർ. ഇന്നലെ അവിടെ നിന്ന് വണ്ടി കൊണ്ടിറങ്ങുമ്പോഴേ വണ്ടി നിർത്തിയിട്ട് കരയാൻ തോന്നുകയാണ്. മഫ്തയിട്ട നമ്മുടെ നാട്ടിലെ ആൺകുട്ടികളും പെൺകുട്ടികളും സിനിമ കഴിഞ്ഞ് കൂട്ടമായിട്ട് ഇറങ്ങാൻ. നോമ്പ് നോറ്റവർ ഒറ്റ ദിവസം കഴിഞ്ഞ് ഇറങ്ങാൻ. സങ്കടം എന്താ അറിയോ? പണ്ടൊക്കെ ആൺകുട്ടികളുടെ മാത്രം, പെൺകുട്ടികളുടെ 2-3 ആൺകുട്ടികളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും 1-2 പെൺകുട്ടികൾ മറഞ്ഞിട്ട് മാത്രം. ഇപ്പൊ അതല്ല, 4-3 പെൺകുട്ടികൾ അവർ മാത്രം ഒറ്റക്ക്, വേറെ ആരുമില്ല. അവര് മഫ്തട്ടിക്കണ്, തട്ടട്ടിക്കണ്, ജീൻസിന്റെ പാന്റ് ഇട്ടിക്കണ്, ഫുൾ കൈ ഇട്ടിക്കണ്, സിനിമക്ക് പോവുക. എന്നിട്ട് അവിടുന്ന് വന്നിട്ട് അവർ 2 സ്കൂട്ടിമേലായിട്ട് തിരിച്ചു വരിക. എന്തേ കാരണം സോങ്ങളെ? നോമ്പ് കൊണ്ട് അവർ ഉദ്ദേശം എന്താ അറിയോ? പട്ടിണി കിടക്കുക, പള്ളിക്കൊക്കെ വരിക, കൂട്ടുകാർക്കിടയിൽ നോമ്പോറ്റിക്കണെന്ന് പറയാ, പെരുന്നാക്ക് പുതിയ ഡ്രസ്സ് എടുക്കുക, പോരുക. അവർക്ക് കുട്ടികൾ ഉണ്ടായാലോ അങ്ങനത്തെ ഒരു തലമുറ വരും. എന്തേ പ്രശ്നം? ദീനിലൂടെ ഇബാദത്തിനെ പഠിക്കാൻ ശ്രമിച്ചില്ല എന്നാണ്. സഹോദരങ്ങളെ, ജുമഅക്ക് വരിക, ക്ലാസുകൾക്ക് വരിക, നമ്മൾക്ക് മനസ്സിലാകും ആയിരക്കണക്കിന് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്, ആയിരക്കണക്കിന് കാര്യങ്ങൾ തിരുത്താനുമുണ്ട്. ഈ അങ്ങാടി പോയിട്ട് ദീനിൽ കേൾക്കാൻ നേരത്ത് അതിന് മാത്രം എന്താ ദീനിൽ പഠിക്കാനുള്ളത്? നിസ്കരിക്കാൻ ഞങ്ങൾക്ക് അറിയാം, നോമ്പോൽക്കാനും അറിയാം, ഉംറ ഹജ്ജിന്റെ സമയത്ത് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ ഒറ്റ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ 3 ആളുകൾ. എന്താണ് അവരുടെ 3 പേരുടെ പ്രത്യേകത? അറിയോ? ഇല്ല, അറിയില്ല. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? സ്വർഗത്തിന്. റസൂൽ സ്വർഗം കണ്ടുവന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ 3 വിഭാഗം ആളുകൾ ഇന്ന ക്വാളിറ്റി കൊണ്ടാണ്. അത് പഠിക്കാതെ എങ്ങനെയാ കൂട്ടരെ ഇടവണ്ണിന്ന് മരിച്ചു പോകുക? അതിനല്ലേ ഹദീസിൽ പറഞ്ഞത്? സഹോദരിമാരോട് പറയാം, സഹോദരിമാരെ സ്വർഗവും നരകവും സന്ദർശിച്ചു എന്ന് റസൂൽ പറഞ്ഞു. നരകത്തിൽ പുരുഷന്മാരെ കൂടുതൽ സഹോദരിമാർ ഉണ്ടാകാൻ കാരണം 4 കാരണം എന്ന് പറഞ്ഞു. സഹോദരിമാരെ എത്ര ആളുകൾക്ക് അതറിയാം? അത് എവിടുന്നാ കിട്ടുക? 7ാം ക്ലാസ് മദ്രസയിലില്ല, 10ാം ക്ലാസ് മദ്രസയിലില്ല. അത് ഖുത്ബീന്നാ കിട്ടുക, ക്ലാസ് എന്നാ കിട്ടുക. നമ്മുടെ കുട്ടികൾക്ക് മദ്രസയ്ക്ക് ശേഷമുള്ള CRE എന്നാണ് കിട്ടുക, ഫിഖ് ക്ലാസ് എന്നാ കിട്ടുക. ഒന്നും വേണ്ട സോള. നിസ്കാരത്തിലെ സുജൂദില് കാലുകൾ ഇങ്ങനെ വെക്കൂല ഖിബലക്ക് നേരെ, അത് വാജിബാണ്, വാജിബ്. നിങ്ങൾ നമ്മുടെ പള്ളിയില് ഒരു ജമാഅത്തിറക്കും ബാക്ക് നോക്കി വെക്കോണ്ടി, കാലിങ്ങനെ വെക്കണോലുണ്ടാവും, അങ്ങോട്ട് തള്ളിക്കണോലുണ്ടാവും, പൊന്തിച്ചു വെക്കണോലുണ്ടാവും, കൂട്ടി വെക്കണോലുണ്ടാവും. ഏത് മഹല്ല്? നമ്മുടെ മഹല്ലെന്ന്. അത് വാജിബാണ്. കഴിയുമെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കണം. നിസ്കാരത്തെ പോലും ബാധിക്കുന്ന വിഷയം എന്തുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മൾ വെക്കുമ്പോഴും നമ്മുടെ കുടുംബം വെക്കാത്ത? ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നില്ല. ക്ലാസ്സിലേക്ക് വരണം. റമദാനിൽ നമ്മൾ വന്നിരുന്നു, റമദാനിൽ നമ്മൾ കേട്ടിരുന്നു. റമദാനിന് ശേഷവും ആഴ്ചയിൽ ഒരു ക്ലാസ് എങ്കിലും ഖുർആൻ പഠിക്കാനെങ്കിലും, നമ്മുടെ മഹലിൽ നടക്കുന്ന ദീനിയായ ചർച്ചകളെങ്കിലും നമ്മൾ കേട്ടാൽ ബനൂ ഇസ്രായേല്യർക്ക് സംഭവിച്ച അബദ്ധം സംഭവിക്കൂല. ഖുർആൻ പറഞ്ഞ വാക്കെന്തറിയോ? ഫത്വാല അലൈഹിമുൽ അമദ്. അവർ ക്ലാസ് കേട്ടു, ഈമാൻ കയറി, നടപ്പിലിങ്ങനെ വരുത്തി, പിന്നെ കുറച്ചിന്റെ ഒരു ക്ലാസ് ഒന്നും പോയില്ല. പതിയെ കേട്ട ദീൻ നഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ അടുത്ത് കേട്ടപ്പോഴേക്കും വീണ്ടും ഈമാൻ കയറി. സ്ഥിരമായി ദീനിയായി ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ വാക്ക്, വഅക്സറുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അങ്ങനെ അവരിൽ അധിക ആളുകളും തോന്നിവാസികളായി. ആരി?
ദീനുള്ളവരിൽ, ദീന് കേട്ടവരിൽ തോന്നിവാസങ്ങൾ കൂടി. എന്തേ കാരണം? കേൾക്കാതെയായി. അതിന് മാത്രം എന്താ കേൾക്കാനുള്ളത്? ഞങ്ങൾ 10-50 കൊല്ലായി കേൾക്കണ്, അതിന് മാത്രം എന്താ പഠിക്കാനുള്ളത്? അതുകൊണ്ടാണ് പറഞ്ഞു ഒറ്റ കാര്യം പറഞ്ഞ്, അള്ളാഹുവിന്റെ പേരുകളിൽ എന്താണ് റഊഫ് എന്നുള്ളതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, പടച്ചോൻ ഉദ്ദേശിച്ച അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അറിയുന്ന എത്ര ആളുകൾ ഉണ്ടാവും? കുറ്റായിട്ടല്ല, എത്ര ആളുകൾ ഉണ്ടാവും? അത് പഠിക്കണ്ടേ? അത് പഠിക്കുന്ന എവിടുന്നാണ്? ദീനിന്നാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് മൂന്നാമത്തെ തീരുമാനം, ബനൂ ഇസ്രായേലിയർക്ക് സംഭവിച്ച അബദ്ധം റമദാനിന് ശേഷം സംഭവിക്കരുത്. ദീന് കേൾക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക. 4, ഇപ്പോൾ കിട്ടിയ ദീൻ മരിക്കുന്നത് വരെ നിലനിർത്താൻ വേണ്ടി അള്ളാഹിനോട് തുടർച്ചയായി ദുആ ചെയ്യുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന നാഥാ, സബ്ബിത് ഖൽബി അലാ ദീനിക്. നാഥാ, എന്റെ കച്ചവട പീടികയിലേക്ക് ഞാൻ പോകുമ്പം, എന്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ ടൂർ പോകുമ്പം, എന്റെ കുടുംബത്തിലെ കല്യാണം വരുമ്പം, ഇനി ഞാൻ ടെക്സ്റ്റൈൽസിലേക്ക് പോകുമ്പം, ഇനി ഞാൻ പുതിയൊരു ബിസിനസ്സിലേക്ക് പൈസ ഇടുമ്പം, ഇനി ഞാൻ എന്റെ കുടുംബത്തിൽ സംസാരിക്കുമ്പം, ഞാൻ ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടത്തുമ്പം, പടച്ചോനെ റമദാനിൽ ഞാൻ സൂക്ഷിച്ച തഖ്വ നഷ്ടപ്പെടുത്താതെ സ്വർഗത്തിന്റെ വഴിയിൽ തന്നെ നീ എന്നെ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് മറക്കാതെ പ്രാർത്ഥിക്കുക. 4 കാര്യം. 1, നിസ്കാരം മറക്കരുത്. 2, ഖുർആൻ പാരായണം വീട്ടിൽ ബാപ്പയും ഉമ്മയും സഹിതം നിലനിർത്തി മുഅ്മിൻ എന്ന പട്ടം വാങ്ങുക. 3-ാമത്തേത്, ദീന് കേൾക്കൽ തുടരുക. ഖുതുബക്ക് ഭാര്യമാരെ കൊണ്ടുവരിക, പെൺകുട്ടികളെയും കൊണ്ടുവരിക, കുടുംബസമേതം ദീന് കേൾക്കാൻ വേണ്ടി വരിക. 4-ാമത്തേത്, കിട്ടിയ ഈമാൻ നിലനിർത്താൻ വേണ്ടി, നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തത്, റമദാനിന് ശേഷം ശവ്വാൽ മാസത്തിൽ 6 നോമ്പ് എടുക്കുന്നത് ഇസ്ലാമികമായിട്ട് ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, മൻ സ്വാമ റമദാൻ, ഒരാൾ റമദാനിൽ മുഴുവൻ നോമ്പ് നോറ്റു, സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, ശവ്വാലിൽ 6 നോമ്പുകൾ കൂടി അവർ അനുഷ്ഠിച്ചു, കാന ഖസിയാമിദ് ദഹർ, ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന്റെ പുണ്യം അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ കഴിവിന്റെ പരമാവധി പറ്റുന്ന ആളുകളെല്ലാം 6 നോമ്പ് എടുക്കുക. ഇനി അതിൽ 3 കാര്യം വരുന്നുണ്ട്. 1, റമദാൻ കഴിഞ്ഞ് ഉടനെ തന്നെ 6 നോമ്പ് 6 ദിവസം തുടർച്ചയായി എടുക്കണമോ? എടുക്കാം. പക്ഷെ എടുക്കണം, അങ്ങനെ തന്നെ എടുക്കണം എന്നില്ല. കാരണം ഹദീസിൽ മിൻ ശവ്വാൽ, ശവ്വാലിൽ 6 നോമ്പെടുക്കുക. അപ്പൊ ശവ്വാലിലെ മാസത്തിൽ നമ്മൾക്കിഷ്ടമുള്ള 6 ദിവസങ്ങളിൽ നോമ്പെടുക്കാം. വിശദമായിട്ട് പിന്നീട് പറയാം. ശവ്വാലിലെ ഏത് ദിവസങ്ങളിലും നമ്മൾക്ക് 6 എണ്ണം എടുത്താൽ മതി. തുടർച്ചയായിട്ട് എടുക്കുക, 2 എണ്ണം വീതം എടുക്കുക, തുടക്കത്തിൽ 2 എണ്ണം, പിന്നെ 2 എണ്ണം, അങ്ങനെയൊക്കെ എടുക്കുക. ശവ്വാലിൽ 6 എടുത്താൽ മതി. 2-ാമത്തെ കാര്യം, റമദാനിൽ നോമ്പ് നോറ്റ് വീട്ടാനുള്ള ആൾക്കാരുണ്ട്. അപ്പം സ്ഥിരമായി ചോദിക്കുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് റമദാനിൽ നോമ്പ് നോറ്റ് വീട്ടാനുണ്ട്, ആ വീട്ടാനുള്ള നോമ്പും 6 നോമ്പും ഒന്നിച്ചെടുക്കാൻ പറ്റും? മനസ്സിലായിട്ടുണ്ടാവും എന്താണ്. 4 നോമ്പ് നോറ്റ് വീട്ടാണ്ട് ശവ്വാലിൽ 6 നോമ്പ് നോൽക്കുമ്പം ഇത് റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പും അതോടൊപ്പം നോറ്റ് വീട്ട 6 നോമ്പും കൂടി അങ്ങനെ നിയത്തൊക്കെ പറ്റും. അത് പാടില്ല. കാരണം ഇസ്ലാമിൽ ഫറള് ഫറളാണ്, സുന്നത്ത് സുന്നത്തുമാണ്. ഫറളിന് ഞാൻ നോമ്പ് നോറ്റ് വീട്ടുക എന്ന നിയത്തോടുകൂടി തന്നെ ചെയ്യേണ്ടതാണ്. അത് ശവ്വാൽ 6 നോമ്പുമായിട്ട് ഒന്നിച്ച് ചെയ്യാന്നുള്ളത് ഇസ്ലാമികമായി അനുവദനീയല്ല. ഫറള് ഫറളായിട്ട് തന്നെ പോകണം, സുന്നത്ത് സുന്നത്തായിട്ട് പോകണം. 3-ാമത്തെ ഒരു കാര്യം, അതിൽ ആളുകൾ ചോദിക്കാറുള്ളൊരു ചോദ്യം, ഫറളായ നോമ്പ് നോറ്റ് വീട്ടാൻ ഉണ്ടായിരിക്കെ അതിന്റെ മുമ്പ് ശവ്വാലിലെ 6 നോമ്പ് നോൽക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, അടുത്ത മാസമൊക്കെ ആയിട്ടാണ് നോമ്പ് നോറ്റ് വീട്ടണം എന്ന് ഉദ്ദേശിക്കണം. അതിന്റെ മുന്നേ സുന്നത്തായ നോമ്പ് നോറ്റ് വീട്ടാൻ നോൽക്കാൻ പറ്റും. അതിന് കാരണം, പ്രത്യേകമായ സന്ദർഭത്തിൽ വരുന്ന സുന്നത്തായ കർമ്മങ്ങൾ
ആ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റില്ല. ശവ്വാലിലെ ഈ 6 നോമ്പുള്ളൂ, ശവ്വാലിലെ ഈ 6 നോമ്പുള്ളൂ. അതുകൊണ്ട് ഈ 6 നോമ്പ് എടുക്കാം. അപ്പൊ പള്ളിയിലേക്ക് അറിയാലാണ് തഹിയ്യത്ത് നിസ്കാരം, അത് ആ പള്ളിക്കൻ തന്നെ നിസ്കരിക്കണം. അതേപോലെ 6 നോമ്പ് റമദാനിന് ശേഷം വരുന്ന തൊട്ടടുത്തുള്ള മാസമായതുകൊണ്ട് അതിൽ സുന്നത്തായ നോമ്പ് ആദ്യം എടുക്കാം, പിന്നീട് ഫർള് നോമ്പ് നോറ്റ് വീട്ടിയാലും മതി. സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി ആളുകൾ പറ്റുന്നവരൊക്കെ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന്റെ പുണ്യം കിട്ടുന്ന ഈ മഹനീയമായ കർമ്മം ഈ മാസം എവിടെയെങ്കിലൊക്കെയായി 6 ദിവസം നോമ്പ് നോൽക്കണം എന്ന് വിനീതമായി ഉണർത്തുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ന് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഇസ്ലാഹി പള്ളികളിലും നമ്മുടെ ഒരു വലിയൊരു കളക്ഷൻ എടുക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയുന്ന, നമ്മൾ പലപ്പോഴും പണം ചെലവഴിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കോഴിക്കോട് സ്വദേശിയായ അബ്ദുറഹീം 18 വർഷമായി സൗദിയിൽ ജയിലിലാണ്. അദ്ദേഹം ഒരു കയ്യബദ്ധം വഴി മരണപ്പെടുകയും അതുവഴി അതിന്റെ ശിക്ഷാർത്ഥം 18 കൊല്ലായി ഒരു കുടുംബത്തിന്റെ പ്രിയപ്പെട്ട ഒരു കുട്ടി ജയിലിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഇന്ത്യൻ എംബസിയും റിയാദിലുള്ള മലയാളി സംഘവും എല്ലാം കൂടി ചേർന്ന് അവിടുത്തെ റിയാദിലുള്ള സൗദി കുടുംബത്തോട് സംസാരിക്കുകയും അവർ അവസാനം അവിടെയുള്ള 15 നമ്മുടെ ഇന്ത്യൻ മണി ഒരു 34 കോടി രൂപ അതിന് പ്രായശ്ചിത്തമായി പകരം വെച്ചിട്ട് വിട്ടയക്കാം എന്ന് കരാർ പറയുകയും അത് ഈ വരുന്ന നമ്മുടെ ഏപ്രിൽ 16-ാം തീയതിക്കുള്ളിൽ അത് സെറ്റിൽ ചെയ്യുകയും വേണം. അതിന്റെ പേരിൽ കേരളത്തിലെല്ലാ വിഭാഗം, മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കുകയും വ്യത്യസ്തങ്ങളായ കോർഡിനേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പള്ളികളിലും ഇന്ന് വെള്ളിയാഴ്ച ആ സാധു മനുഷ്യനെ അവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന സമ്പത്ത് കൊണ്ട് അത് പകരമായിട്ട് നൽകി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള വലിയൊരു സാമ്പത്തികമായ കൂടിയാലോചനയും അതിനുവേണ്ടിയുള്ള സ്വതക്കക്കും വേണ്ടിയുള്ള കളക്ഷനാണ് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് പ്രവാചകന്റെ ഖുർആനിന്റെ ഒരു വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുക, ഒരാൾ മൻ അഹിയാഹ, ആരെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ കൈപിടിച്ച് കൊണ്ടുവരികയോ പണം കൊടുത്ത് സഹായിക്കുകയോ ശരീരം അതിനുവേണ്ടി ചെലവഴിക്കുകയോ എന്താകട്ടെ അയാൾ ചെയ്താൽ ഫകഅന്നമാ അഹിയന്നാസ ജമീഅ, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 830 ചില്ലാൻ കോടി മനുഷ്യരെ മുഴുവൻ രക്ഷിച്ചതിന്റെ കൂലി പരലോകത്ത് കിട്ടും. ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾക്കും നമ്മുടെ കുടുംബത്തിലും ഇതൊക്കെ വരാം. അങ്ങനെ വരുമ്പോഴും അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം നമ്മൾക്കുണ്ടാകാനും ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുമിക്കുവാനും അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകണമെങ്കിൽ നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഈ അവസരവും നമ്മൾ ഉപയോഗപ്പെടുത്തണം. സഹോദരങ്ങളെ, 100% അദ്ദേഹത്തിലേക്ക് എത്തുന്ന രൂപത്തിൽ, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ എത്തുവാനുള്ള ചാനലുകൾ മുഴുവൻ രൂപീകൃതമായിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ചയുടെ നമ്മുടെ കളക്ഷൻ അതിനുവേണ്ടിയാണ്, ആ സാധുവായ മനുഷ്യന്റെ ജീവന്റെ രക്ഷാർത്ഥം വേണ്ടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കാൻ നാഥ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാനിൽ ഞങ്ങൾ നേടിയെടുത്ത ഈമാനികമായ ചൈതന്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള തഖ്വ നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, നമസ്കാരം നഷ്ടപ്പെടുത്താത്ത, അള്ളാഹുവിന്റെ ഗ്രന്ഥം സ്ഥിരമായി പാരായണം ചെയ്യുന്ന, അള്ളാഹുവിന്റെ ദീൻ കേൾക്കുന്ന, ഹിദായത്ത് നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സച്ചരിതരായ ആളുകളിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നാഥ നീ സ്വർഗം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി, സാമ്പത്തികമായി, കുടുംബപരമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെയും എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കോ ബിദ്അത്തോ ഖുറാഫാത്തോ ഇല്ലാത്ത ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ
നാഥാ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഗൾഫ് നാടുകളിലുള്ള ഞങ്ങളുടെ കുടുംബക്കാർക്ക് നാഥ അവരുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയുകയും ഹലാലായ രൂപത്തിൽ ജീവിക്കാൻ അവർക്ക് ഈമാൻ നൽകുകയും കുടുംബസമേതം സ്വർഗത്തിൽ ചേരുവാൻ തൗഫീഖ് നൽകുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ഹലാലായ രൂപത്തിൽ വരുമാനം നൽകുകയും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നാഥ നീ സമാധാനവും സന്തോഷവും കടം വീട്ടാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.